നമസ്കാരം. MockTESTന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽവീഥി ലക്കം 2023 ഒക്ടോബർ 7 വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ 2022 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ചുവടെ തന്നിരിക്കുന്ന ഏത് സിനിമയുടെ ഗാനത്തിനാണ്? ഉത്തരം RRR. തെലുങ്ക് ചിത്രം RRRയിലെ നാട്ടുനാട്ട് എന്ന ഗാനത്തിനാണ് മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. സംഗീത സംവിധായകൻ M. കീരവാണിയാണ് ചന്ദ്രബോസ് രചിച്ച നാട്ടുനാട്ട് എന്ന ഗാനത്തിന് സംഗീതം നൽകിയത്. ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ആദ്യ ഏഷ്യൻ ഗാനമാണ് നാട്ടുനാട്ട്. 2022 മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് നേടിയ ചിത്രം ദ ഫേബിൾമാൻസ്. 2022 മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് നേടിയത് സ്റ്റീവൻ സ്പിൽബർഗ്. 2023 റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച ഫ്ലോട്ടുകൾ 1ാം സ്ഥാനം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. 2023 റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച ഫ്ലോട്ടുകൾ 1ാം സ്ഥാനം ലഭിച്ചത് ഉത്തരാഖണ്ഡിനാണ്. 2023 74ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായിരുന്നത് അബ്ദുൽ ഫത്താഹ് അൽ സീസി. റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെടുന്ന ആദ്യ ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ് അബ്ദുൽ ഫത്താഹ് അൽ സീസി. 74ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യം നാരീശക്തി. ഈജിപ്തിന്റെ സായുധ സേനയുടെ പ്രധാന ശാഖകളെ പ്രതിനിധീകരിച്ച് 144 സൈനികർ ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് കർത്തവ്യപഥ് പാതയിലാണ്. പ്രഥമ അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. പ്രഥമ അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. പ്രഥമ അണ്ടർ-19 വനിത 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് ദക്ഷിണാഫ്രിക്ക. 2022 അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതും ഇന്ത്യയാണ്. 2022 അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. 2022 അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ യശ് ധൂൾ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ അന്തരിച്ചത് എന്ന്? 2022 ഫെബ്രുവരി 6-ന്. 2022 ഫെബ്രുവരി 6-നാണ് ലതാ മങ്കേഷ്കർ അന്തരിച്ചത്. ലതാ മങ്കേഷ്കറിന്റെ യഥാർത്ഥ നാമം ഹേമ മങ്കേഷ്കർ. 1942 കീട്ടി ഹാസൽ എന്ന മറാത്തി ചിത്രത്തിന് വേണ്ടി ആദ്യമായി ഗാനം ആലപിച്ചു. ലതാ മങ്കേഷ്കർ ഗാനം ആലപിച്ച ഏക മലയാള സിനിമ നെല്ലാണ്. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2001 ലതാ മങ്കേഷ്കർക്ക് ഭാരതരത്നം ലഭിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഇപ്പോഴത്തെ മേധാവി? ഉത്തരം ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഇപ്പോഴത്തെ മേധാവി ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. VSSC ഡയറക്ടറാകുന്ന 5ാമത്തെ മലയാളിയാണ് ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. VSSC ഡയറക്ടറായ മലയാളികൾ G. മാധവൻ നായർ, K. രാധാകൃഷ്ണൻ, MC ദത്തൻ, S. സോമനാഥ്. നിലവിലെ ISRO ചെയർമാൻ S. സോമനാഥാണ്. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15-ന്. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2025 ഫിഫ ക്ലബ് ലോകകപ്പിന് വേദിയാകുന്നത് അമേരിക്ക. 2025 ഫിഫ ക്ലബ് ലോകകപ്പിന് വേദിയാകുന്നത് അമേരിക്ക. 2024 കോപ്പ അമേരിക്കയുടെ വേദിയാകാൻ പോകുന്നത് അമേരിക്ക. 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി കാനഡ, അമേരിക്ക, മെക്സിക്കോ. 2023 നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. 2023 നടന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് വേദിയായത് മൊറോക്കോ. ഫൈനലിൽ സൗദി അറേബ്യൻ ക്ലബ് അൽ ഹിലാലിനെ തോൽപ്പിച്ചാണ് റയൽ ചാമ്പ്യന്മാരായത്. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇപ്പോഴത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. മീ അന്നപൂർണ എന്ന പേരിൽ വിള ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. എല്ലാ പൗരന്മാർക്കും സൗജന്യ ക്യാഷ്ലെസ് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചത് എവിടെ? അമേരിക്കയിൽ. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ചത് അമേരിക്കയിലാണ്. മൃഗത്തിൽ നിന്ന് കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയ സീനോ ട്രാൻസ്പ്ലാന്റേഷൻ.
മൃഗത്തിൽ നിന്ന് കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ ഡോക്ടർ ബാർട്ട്ലി പി ഗ്രിഫിത്ത്, ഡോക്ടർ മുഹമ്മദ് മുഹിയുദ്ദീൻ. ഹൃദയം സ്വീകരിച്ച വ്യക്തി ഡേവിഡ് ബെന്നറ്റ്. ഗർഭസ്ഥ ശിശുവിൽ മസ്തിഷ്ക ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ആദ്യ രാജ്യം അമേരിക്ക. ഇന്ത്യയിൽ ആദ്യമായി ശ്വാസനാളം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? ഉത്തരം പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ രചിച്ചത് പ്രിയ AS ആണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂർ, അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാഹാരത്തിന്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്റ്റിംഗ് ആർച്ച് പാലം. ഉത്തരം വലിയഴീക്കൽ പാലം. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്റ്റിംഗ് ആർച്ച് പാലം വലിയഴീക്കൽ പാലം. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് പഞ്ചായത്തിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജായ വഹ്രു പാലം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജായ വഹ്രു പാലം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. കേരളത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ച കടൽത്തീരം ബേപ്പൂർ. കേരളത്തിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ച കടൽത്തീരം ബേപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്ന നഗരം കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്ന നഗരം കോഴിക്കോട്.